ആറുവരി പാത എന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം തിരുത്തി കാസർഗോഡ് കുമ്പള ഷിറിയ ഭാഗത്ത് ദേശീയപാത വികസനം അങ്ങനെയുമുണ്ട്. കാരണം ഒരുപക്ഷെ കേരളത്തിന്റെ ഈ ഗതാഗത സംവിധാനത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും ഈ ആറുവരി പാത. അതിപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. പക്ഷേ ഈ രീതിയിൽ അതിലെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണമെങ്കിൽ അത് പ്രശ്നമാണ്. ഷിറിയ ഭാഗത്തെ പാലത്തിലേക്ക് എത്തിയപ്പോൾ 6 വരി 5 വരിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഷിറിയ പുഴയ്ക്ക് കുറുകെയുള്ള പഴയ 2 വരി പാലം നിലനിർത്തിയാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിർമ്മാണം. 2015 മുതൽ ബലക്ഷയമുള്ള പാലത്തിലെ വിള്ളലുകൾ കണ്ടില്ല എന്ന് നടിച്ചാണ് ഈ മുഖം മിനുക്കൽ. ആറുവരിപ്പാതയാണ് ദേശീയപാത 66. പക്ഷേ കുമ്പള ഷിറിയ പുഴയ്ക്ക് മുകളിലൂടെ എത്തുമ്പോൾ ആ പാത 5 വരിയായിട്ടുണ്ട്. അതായത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന 2 വരി റോഡ്, നേരത്തെ ഉണ്ടായിരുന്ന 2 വരി റോഡ് നിലനിർത്തിയാണ് ഈ പാത നിർമ്മിച്ചത് എന്നർത്ഥം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന് നിർമ്മാണ ചുമതലയുണ്ടായിരുന്നത്. ആ പഴയ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ദേശീയപാത 66 കടന്നുപോകുന്ന തലപ്പാടി മുതൽ ചെർക്കള വരെയാണ് 1-ാം റീച്ച്. 1-ാം റീച്ചിലെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. നിർമ്മാണം പൂർത്തിയായ ദേശീയപാതയിൽ കുമ്പള ഷിറിയ ഭാഗത്ത് 5 വരിയായാണ് പാത കടന്നുപോകുന്നത്. അതായത് 6 വരി പാത എന്ന മാനദണ്ഡം തിരുത്തി തലപ്പാടിയിൽ നിന്ന് കാസർഗോഡ് ദിശയിലുള്ള ഭാഗത്ത് ഷിറിയ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിച്ച് 3 വരിയായി ഗതാഗത സംവിധാനം ഒരുക്കി. എതിർദിശയിൽ പഴയ പാലം നവീകരിച്ച് 2 വരി മാത്രമാക്കി. 2015 മുതൽ ബലക്ഷയം സംബന്ധിച്ച പരാതികൾ ഉയർന്ന പാലമാണ് ഷിറിയ പാലം. 70 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പാലം മുഴുവൻ സിമന്റ് പൂശിയാണ് നിർമ്മാണം നടത്തിയത്. ഷിറിയ പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലമാണ്. ആ പാലത്തിൽ സിമന്റ് കോട്ടിംഗ് നൽകിയാണ് ഇവിടെ ഈ പാലം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറച്ചു പിടിച്ചാണ് ഈ നിർമ്മാണ പ്രവൃത്തി. പുറം കാഴ്ചയിൽ ശക്തമെന്ന് തോന്നുമെങ്കിലും ഉൾഭാഗം തകർന്നിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൂണുകളിൽ സിമന്റ് പൂശിയ ഭാഗമടർന്ന് വീണ്ടും സിമന്റ് പൂശിയതോടെയാണ് ആശങ്ക ഉയർന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ ഒരു ഭയം തോന്നുന്നു. കാരണം ഇതിനെ താങ്ങി നിർത്തുന്ന സ്ഥലം പോലും ഇളകി കൊണ്ടുവരുന്ന അവസ്ഥ. അതുമാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഈ പുഴക്കിറങ്ങി തൂണിൽ പോകുന്ന സമയത്ത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴാണ്. അവിടുന്ന് വീണ്ടും സിമെൻ്റ് ഇട്ടുകൊണ്ട് സ്പ്രേ ചെയ്തുകൊണ്ട് ആർക്ക് തന്നെ ഒപ്പിക്കുന്ന അവസ്ഥ. തൊട്ടപ്പുറത്ത് തകർന്നു കിടക്കുന്ന റെയിൽവേ പാലത്തിന് സമാനമായ നിർമ്മിതിയാണ് ഷിറിയ പാലത്തിൻ്റെതും. എന്നാൽ പാലം സുരക്ഷിതമെന്നാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാദം. സർവീസ് റോഡില്ലാത്ത മേഖലയിൽ പ്രധാന പാത 2 വരിയായി ചുരുങ്ങുന്നത് ഭാവിയിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ദേശീയപാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയതെന്ന കാര്യത്തിൽ ഉത്തരമില്ല. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ ആ പഴയ പാലത്തിന്റെ ബലക്ഷയം അതെന്താണെന്ന് കാഴ്ചകളിൽ കൃത്യമായി പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ബലക്ഷയം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാവിയിൽ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. അപകട ഭീഷണി ഉണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ചെറിയ പാലം പുതുക്കി പണിതതും പഴയ പാലത്തിന് പുതുക്കി പണിതിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഡാമേജ് ഉണ്ട് ഒരുപാട്. അത് സിമെൻറ്റ് കൊണ്ട് ജസ്റ്റ് പൂശി വെച്ചിരിക്കുന്നുള്ളൂ. ഒരുപാട് ആംബുലൻസും ഹെവി ട്രക്കും അതൊക്കെ ഓടുന്ന ഒരുപാട് റഷുള്ള സമയം. ഒന്നാമത് 3 വരി പാതയിൽ 2 വരി പാതയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ നോക്കുമ്പോൾ സിമെൻറ്റ് വെറും സ്പ്രേ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള പണി ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാരായ ഞാനും പറയുന്നത്. റോഡിന് പാലത്തിൻ്റെ പൊട്ടൽ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം പേടിയുണ്ട്. അതിൽ കുറേ കനത്തിൻ്റെ വണ്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവം എന്നിട്ട് അറിയുന്നില്ല. അതിനെ അധികാരികൾ അതിനെ ഒന്ന് നോക്കി
അതിന് വേണ്ടി സംവിധാനം ചെയ്യണമെന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.